യുവ. Our dreams, our voice. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത വർഷത്തിൽ ആകാശവാണി യുവജനങ്ങൾക്കായി ഒരുക്കുന്ന ഹാഷ്ടാഗ് എയർനെക്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നിത്യ, മാടായി കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിനിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കലാലയം അതിനും ചരിത്രത്തിന്റെ ഒരുപാട് അടരുകളെ പരിചയപ്പെടുത്തുവാനുണ്ട്. തല്ലിച്ചതഞ്ഞൊരു പ്രയോഗമാണ് ചരിത്രമുറങ്ങുന്ന നാട് എന്നത്, അല്ലേ? പക്ഷേ മാടായെ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും, അഥവാ ചരിത്രം ഉണർന്നിരിക്കുന്ന നാട് എന്നും. ഇവിടെ എല്ലാമുണ്ട്. ഇരപിടിയൻ സസ്യം, വളരെ അപൂർവമായ തവളകൾ, ഔഷധ ചെടികൾ, നൂറുകണക്കിന് പൂമ്പാറ്റകളുടെ താവളം, പിന്നെയുള്ളത് ആ മാടായിപ്പാറ, അപൂർവം സസ്യജന്തുജാലങ്ങളുടെ കലവറ. മാടായിപ്പാറയിലെ പാളയം മൈതാനത്ത് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് യുദ്ധം നടന്നിരുന്നു. പാറയുടെ മുകളിലുള്ള മാടായി കോളേജിന്റെ പരിസരത്ത് പഴയ വ്യാപാരശാലയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ ആദ്യമായി ജൂത കുടിയേറ്റം നടന്നതും ഇവിടെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിന്റെ 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ത്യ പിന്നിട്ട നാളുകളിലേക്ക് നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നിന്നെങ്കിലും 100,000 രാജ്യമായി ചിതറാൻ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന് ഇന്ത്യ. ഏറെ ശ്രമകരമായിരുന്നെങ്കിലും ഇന്ത്യ എന്ന ഒറ്റ രാജ്യത്തെ വാർത്തെടുക്കുവാൻ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെട്ട കാര്യക്ഷമതയുള്ള ഭരണാധികാരികൾക്ക് സാധിച്ചു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് തങ്ങളുടെ ജീവിതം ഹോമിച്ച എല്ലാവരെയും നമ്മൾക്ക് ഈ നിമിഷമൊന്നും ഓർക്കാം. 2 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ച സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അനീതികൾക്കെതിരെ ഒരേ മനസ്സുമായി ഇന്ത്യക്കാർ നടത്തിയ പോരാട്ടമാണ് സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിന് അറുതി വരുത്തുവാൻ ഇന്ത്യയിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഭാരതീയന്റെ അവകാശ പോരാട്ടം കൂടിയായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തു. അതിലൊന്നാണ് പൂർണ്ണ സ്വരാജ്. 1923 സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി, അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മാടായി കോളേജിലെ 2ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായ ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കൊറോണയും ഒമിക്രോണും കൂടി വരുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. നിത്യ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായ പൂർണ്ണ സ്വരാജിനെ പറ്റിയാണ് ഞാൻ അവതരിപ്പിക്കുവാൻ പോകുന്നത്. 1498 മെയ് 21 വാസ്കോഡഗാമ കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയതോടെ വിദേശ ശക്തികളുടെ ആധിപത്യം ഇന്ത്യയിൽ വന്നു. ഫ്രാൻസ്, ഡച്ച്, പോർച്ചുഗീസ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചു. എന്നാൽ അവരുമായുള്ള ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 1600 സ്ഥാപിതമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാജാക്കന്മാരെ വശത്താക്കി. നമ്മുടെ രാജ്യത്തെ അവരുടെ അധീനതയിലാക്കി. പരുത്തി, നീലം, കുരുമുളക് പോലുള്ള വസ്തുക്കളാൽ സമ്പന്നമായ നമ്മുടെ നാടിനെ പരമാവധി ചൂഷണം ചെയ്തു. അവരുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി നമ്മളെ തകർത്തു. ജവഹർലാൽ നെഹ്റു, ഗാന്ധിജിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ഭാരതീയർ നീങ്ങി. അവരുടെയും അവരുടെ സഹപ്രവർത്തകരുടെയും പരിശ്രമത്തിന്റെ ഫലമായി ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി. അവരുടെ സമരമുറകളിലൊന്നാണ് പൂർണ്ണ സ്വരാജ്. കോൺഗ്രസിന്റെ ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം 1929 ഡിസംബറിലാണ് ആരംഭിച്ചത്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ മധ്യത്തിലാണ് ലാഹോർ സമ്മേളനം കൂടിയത്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ പിതാവിനെ പിന്തുടർന്ന് നെഹ്റു അധ്യക്ഷ പദവിയിലെത്തിയത് ലാഹോർ സമ്മേളനത്തിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ശക്തനായ വക്താവായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ലാഹോർ സമ്മേളനത്തിന് ഒരു പുത്തൻ ഉണർവും ആവേശവും കൈവന്നു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം സമ്മേളനം പാസാക്കി.
പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാണ് പൂർണ്ണ സ്വരാജ് എന്ന വാക്കിന്റെ അർത്ഥം. അന്നേ വരെ ഡൊമിനിയൻ പദവിക്ക് വേണ്ടി പോരാടിയിരുന്ന കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടതോടെ തികച്ചും വിപ്ലവകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് നവചൈതന്യം പകർന്ന മറ്റു ചില തീരുമാനങ്ങൾ കൂടി ലാഹോർ സമ്മേളനത്തിൽ കൈക്കൊണ്ടു. 1929 ഡിസംബർ 31 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി അംഗീകരിച്ച ത്രിവർണ്ണ പതാക ഉയർത്താൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ദിവസം സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ നിശ്ചയിച്ചു. ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനമായി. സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടാം? ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെ നീങ്ങാം? ഏതൊക്കെ മാർഗങ്ങൾ അവർക്കെതിരെ ഉപയോഗിക്കാം? ജനങ്ങളിൽ ദേശീയത വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതും ലാഹോർ സമ്മേളനം പോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതും. ഈ ഒരു അവസരത്തിൽ ബാലഗംഗാധര തിലകന്റെ ആപ്തവാക്യം ശ്രദ്ധേയമാണ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. അധികാരം വിട്ടൊഴിയാൻ മടി കാണിച്ച ബ്രിട്ടീഷുകാർ തെല്ലും മടിയില്ലാതെ ഇന്ത്യക്കാരെ തല്ലിച്ചതച്ചു. എന്നാൽ ഇന്ത്യക്കാരുടെ ഐക്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെ നീങ്ങാം എന്ന തീരുമാനങ്ങൾ എടുത്ത സമ്മേളനത്തിൽ ലാഹോർ സമ്മേളനം ഒരു സുപ്രധാന പങ്കുവഹിച്ചു. പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല്ലായി മാറി. ലക്ഷ്മി പൂർണ്ണ സ്വരാജിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയല്ലേ ബ്രിട്ടീഷ് ക്രൂരതകളും ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചല്ലേ ഇന്ത്യ സ്വതന്ത്രമായത്? നിത്യ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് ക്രൂരതകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്തു. ഒരു വ്യാപാര സ്ഥാപനമായി മാത്രം തുടങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠവും സമ്പന്നവുമായ നാടായിരുന്നു ബംഗാൾ. ബംഗാളിനെ കീഴടക്കിയാൽ ഇന്ത്യ മൊത്തത്തിലായി കീഴടക്കാം എന്നവർക്ക് മനസ്സിലാവുകയാണ്. ബംഗാളിനെ കീഴടക്കാനുള്ള പരിശ്രമം നടത്തുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി പ്ലാസി യുദ്ധം അരങ്ങേറി. ഈ യുദ്ധത്തിനു ശേഷം ഇന്ത്യ അവരുടെ അധീനതയിലായി. തുടർന്നുള്ള ഒരു നൂറ്റാണ്ടുകാലം ഇന്ത്യ വെട്ടിപ്പിടിച്ചും രാജ്യത്തിന്റെ വിഭവം കൈയടക്കിയും പാവപ്പെട്ടവരെ നരനായാട്ടം നടത്തിയും അവർ ഇന്ത്യ ഭരിച്ചു. ദുരന്തപൂർണമായ ജീവിതത്തിലൂടെയായിരുന്നു ഇന്ത്യക്കാർ ആ അവസരത്തിൽ ജീവിച്ചത്. ജനങ്ങളിൽ ഇവർക്കെതിരെ ഉയർന്ന അസംതൃപ്തി കാരണം 1857 ഒരു ലഹള ആയി പൊട്ടിപ്പുറപ്പെട്ടു. ശിപ്പായി ലഹള എന്നാണ് ഇതറിയപ്പെട്ടത്. ഈ ലഹള ആണ് ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുക, ഇന്ത്യക്കാരായ കീഴ്ജീവനക്കാർക്ക് അമിത ജോലിഭാരവും കുറഞ്ഞ വേതനവും നൽകുക തുടങ്ങിയ അതിക്രമങ്ങൾ അവർ ചെയ്തു. 1857 മുതൽ ഇന്ത്യക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു. सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए कातिल में है। सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए कातिल में है। देख सकता है तो भी देख ले आसमां, हौसला ये देख के कातिल बड़ी मुश्किल में है। अपने ही लहू से हम लिखेंगे अपनी दास्तां, जालिमों से छीन लेंगे ये ज़मीं ये आसमां। अपने ही लहू से हम लिखेंगे अपनी दास्तां, जालिमों से छीन लेंगे ये ज़मीं ये आसमां। सर फिरे जवान हम तो मौत से भी ना डरे, आज आए देश पे ये क्यों गवारा हम करें। मुल्क पे कुर्बान हो ये आरज़ू दिल दिल में है। सरफरोशी की तमन्ना अब हमारे दिल में है, सरफरोशी की तमन्ना अब हमारे दिल में है। देखना है जोर कितना बाजुए कातिल में है। ലക്ഷ്മി പറയുന്നത് കേട്ടു. സൈമൺ കമ്മീഷന് എതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ മധ്യത്തിലാണ് ലാഹോർ സമ്മേളനം കൂടിയതെന്ന്. അപ്പോ എന്താണ് ഈ സൈമൺ കമ്മീഷൻ? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം കൂടിയപ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നം പഠിക്കാനായി ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. 7 അംഗങ്ങൾ അടങ്ങിയ കമ്മീഷനായിരുന്നു അത്. ജോൺ സൈമൺ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ.
എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ബാക്കി അംഗങ്ങൾ ബ്രിട്ടീഷുകാരായിരുന്നു. ഒറ്റ ഇന്ത്യക്കാരൻ പോലും ആ കമ്മീഷനിലെ അംഗമായി ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരുടെ പ്രശ്നം പഠിക്കാൻ നിയമിച്ച കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്ത സാഹചര്യം കൂടുതൽ വഷളാക്കി. ഇതാണ് സൈമൺ കമ്മീഷൻ. ഇനി പറയാനുള്ളതാണ് പട്ടിണി. പട്ടിണി പരവേശം മൂലമായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിക്കുന്ന ഈ വേളയിൽ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിറ്റ് ഇന്ത്യ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി 2ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയായ ഷബ്നത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. കൊറോണ ഒമിക്രോൺ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും സേഫായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അധിനിവേശത്തെയും മാതൃനാടിനെ തിരിച്ചെടുക്കാൻ വേണ്ടി നാം പോരാടിയ പൂർണ്ണ സ്വരാജിനെയും ഒക്കെ കുറിച്ച് ലക്ഷ്മി ഇപ്പോൾ നമ്മോട് സംസാരിച്ചു. ഭാരതം പണ്ട് നേരിട്ട പ്രതിസന്ധി പോലെ ഈ കാലഘട്ടം നേരിട്ടു പോരുന്നത് ആരോഗ്യ മേഖലയിലാണല്ലോ. മഹാനായ ശ്രീ ബുദ്ധന്റെ ചില മഹത് വചനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയമായ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് കടക്കാം. ആരോഗ്യമാകുന്നു ഒരു മർത്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. തന്റെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിൽ അവൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ഉത്തരവാദിത്തത്തോടെയും കരുതലോടെയും സൂക്ഷിക്കാനും നിലനിർത്താനുമുള്ള ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന ഇതേ സന്ദേശം തന്നെയാണ് ഫിറ്റ് ഇന്ത്യയിലൂടെയും ഭാരതീയ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി നമ്മൾ എല്ലാവരും ആചരിക്കുന്നത് അല്ലേ? കായിക വിനോദങ്ങളുടെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഇതേ ദിവസം തന്നെ 2019 ഓഗസ്റ്റ് 29 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നത്. സ്പോർട്സ് എന്നത് സ്പോർട്സ്മെൻ, അത്ലീറ്റ്സ് ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ എല്ലാവരുടെയും ദിവസേന ജീവിതത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളായും കായിക വിനോദങ്ങളായും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ തുടങ്ങിയ സംരംഭം. ഈ പ്രസ്ഥാനം വിവിധ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ, പ്രൈവറ്റ് ബോഡീസ് ഇവരുടെയൊക്കെ കൂട്ടായ്മയാൽ രൂപീകരിക്കപ്പെട്ടതാണ്. സാധാരണക്കാർ അടങ്ങുന്ന ഇന്ത്യൻ ജനതയിലേക്ക് ഇതിന്റെ സത്ത എത്തിക്കുന്നതിനായി സർക്കാർ പല ക്യാമ്പയിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഫിറ്റ്നസ് പ്രോട്ടോകോൾസ്, ഫിറ്റ്നസ് ഗൈഡ് ലൈൻസ് അഥവാ ചട്ടങ്ങളാണ്. വ്യത്യസ്ത പ്രായക്കാർക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗൈഡ് ലൈനുകളാണ് നിർദ്ദേശിക്കുന്നത്. 5 മുതൽ 18 പ്രായനിരയിൽ വരുന്നവർക്ക് അവരുടെ വേരുറക്കുന്ന പ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് ഫിസിക്കൽ അസസ്മെന്റ്, വിവിധ കായിക കളികൾ തുടങ്ങിയവയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനെയും അതിന്റെ പ്രാധാന്യത്തെയും പഠിപ്പിക്കുന്നതിനെയും നിർദ്ദേശിക്കുന്നു. 18 മുതൽ 65 പ്രായനിരക്കാർ, 65 മുകളിൽ വരുന്നവർ, ഇവർ തങ്ങളുടെ ബാലൻസ്, പോസ്റ്റർ അഥവാ നിൽപ്പ്, നടപ്പുരീതി, സ്റ്റാമിന, ഫ്ലെക്സിബിലിറ്റി, കരുത്ത്, വഴക്കം ഇവയെ ഉത്തേജിപ്പിക്കുന്ന എക്സസൈസുകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധ രോഗങ്ങൾ, വിഷാദരോഗം തുടങ്ങിയ രോഗങ്ങളെയൊക്കെ ചെറുത്തു നിൽക്കാൻ സാധ്യമാകുന്നു എന്നും നിർദ്ദേശിക്കുന്നു. ഇതുപോലെ തന്നെ പിന്നീട് വന്ന മറ്റു പല ക്യാമ്പയിനുകളുമുണ്ട്. ഫിറ്റ് ഇന്ത്യ യോഗ സെന്ററുകൾ, തദ്ദേശീയ കായിക വിനോദങ്ങൾ അഥവാ ഇൻഡിജീനിയസ് ഗെയിംസ്, അങ്ങനെ നിരവധി. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബാക്കി എല്ലാത്തിനും വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ആരോഗ്യത്തെ മാത്രം പലപ്പോഴും നാം മറന്നുപോകുന്നു അല്ലേ? നിസ്സാരമാക്കി തള്ളുന്നു. ഇനിയിപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉയ്യോ, ജിമ്മിൽ പോവുക, കാശ് മുടക്കുക, അതിനൊക്കെ എവിടെയാണ് പണം, എവിടെയാണ് സമയം എന്ന ആശങ്കകൾ ഉണ്ടാവുക തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിലും കാശ് തീരെ മുടക്കാതെയും തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ച് ആരോഗ്യത്തെ ഫിറ്റ് ആക്കാൻ പല വഴികളുമുണ്ട്. ഇന്നിപ്പോൾ ഇന്റർനെറ്റ് ടെക്നോളജി മീഡിയേറ്റഡ് ആയ ഈ ലോകത്ത് അറിവുകൾ വിരൽത്തുമ്പിനുള്ളിൽ ലഭിക്കുന്നത് പോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനു വേണ്ടിയുള്ള എക്സസൈസുകൾ, ഭക്ഷണ രീതികൾ, ക്രമങ്ങൾ തുടങ്ങിയവയൊക്കെ കുറിച്ചുള്ള സർട്ടിഫൈഡ് യൂട്യൂബ് വീഡിയോകൾ, ആപ്പുകൾ സുലഭമാണ്. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന്റെ സത്ത മുന്നോട്ട് വെക്കുന്നതും ഇതുതന്നെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 30 മിനിറ്റെങ്കിലും ഫിറ്റ്നസിനായി മാറ്റിവെക്കുക. സ്കൂൾ കോളേജ് തലങ്ങളിൽ തദ്ദേശീയ കായിക വിനോദങ്ങളായ കളരിപ്പയറ്റ്, ഖോഖോ, ഫുട്ബോൾ എന്നിങ്ങനെ നിരവധി സ്പോർട്സുകളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുക. കായിക വിനോദങ്ങളെ മറ്റെല്ലാത്തിനെയും പോലെ തന്നെ ഗൗരവമായി പരിഗണിക്കുക. ഗ്രാമതലങ്ങളിൽ സ്വദേശികൾ ഒത്തൊരുമിച്ച് ജോഗിംഗ്, മോർണിംഗ് വാക്ക്, ഈവനിംഗ് വാക്ക് തുടങ്ങിയ കൂട്ടപ്രവർത്തനങ്ങളെ പഞ്ചായത്ത് ഘടനകളിൽ, ക്ലബ്ബുകളിൽ ഉൾപ്പെടുത്തുക. ഇനി നമ്മുടെ വീടിനകത്ത് കുടുംബങ്ങളെയൊക്കെയും കൂട്ടി എയറോബിക്സ്, യോഗ തുടങ്ങിയ എക്സസൈസുകൾ, ടെന്നീസ്, ക്രിക്കറ്റ് തുടങ്ങിയ വിനോദങ്ങൾ അതിലൊക്കെ ഏർപ്പെടുക. ശാരീരികമായി ആക്റ്റീവ് ആകാനും മാനസിക ഉന്മേഷം സാധ്യമാക്കാനും വളരെയേറെ ഉപയോഗപ്പെടുക തന്നെ ചെയ്യും.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും നിശ്ചലത വന്ന, നീണ്ട കാലത്തോളം 4 ചുവരിനുള്ളിൽ ഒതുങ്ങേണ്ടി വന്ന കോവിഡ് എന്ന മഹാമാരി വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫിറ്റ് ഇന്ത്യയുടെ ദൗത്യം മഹത്വപൂർണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഫിറ്റ്നസ് കെ ഡോസ് ആധാ ഘണ്ടാ റോസ് എന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സ്വന്തം മന്ത്രയിലൂടെ ആരോഗ്യമുള്ള ഇന്ത്യയായി ഭാരതം ഉണരട്ടെ, ഉയരട്ടെ. ഷബ്നം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കൊറോണയും ഒമിക്രോണും ഭീതി വരുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ അല്ലേ? ആരെ കയ്യിലാ ഇല്ലാത്തത്? അപ്പോൾ ഒരു വിരൽത്തുമ്പിൽ എല്ലാം അറിയാനും കഴിയുന്നുണ്ട്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, കിട്ടുന്ന അവസരം പാഴാക്കാതെ അത് പരമാവധി ഉപയോഗിച്ച് നല്ല ആരോഗ്യ ജനതയെ വാർത്തെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. अरे संडी मार रहा संसार, अब तू आने दे ललकार, तेरी तौबा है पतवार, कदम है तेरे हाहाकार, तेरी नस नस लोहा तार, तू है आग, बस तू भाग मिल्खा, ओ बस तू भाग मिल्खा, भाग मिल्खा, भाग 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 मिल्खा. कश्ती डूब जाने में ही है हस्ती. ओ जंगल आज शहरों से है तेरा दंगल. मिल्खा भाग मिल्खा भाग मिल्खा भाग 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 मिल्खा. तू जा जब तू जाग मिल्खा, तेरा तो बिस्तर है मैदान, ओढ़ना धरती तेरी शान, तेरे सिरहाने है चट्टान, पहन ले पूरा आसमान, तू पगड़ी बांध मिल्खा, तू आग मिल्खा. खोल तू रथ के पहिए खोल, बना के चक्र सुदर्शन बोल, जंग के भीड़े कस के बांध, खुली है आज शेर की मान, गोली दाग मिल्खा. तू भाग मिल्खा भाग मिल्खा भाग मिल्खा भाग मिल्खा भाग मिल्खा भाग मिल्खा भाग 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 मिल्खा. तू जा जब तू जाग मिल्खा, तू है आग
നമ്മുടെ ആരോഗ്യപരമായ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ? അതെ, നിത്യ പറഞ്ഞത് വളരെ ശരിയാണ്. ടെക്നോളജി ആരോഗ്യമേഖലയെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും വളരെയധികം സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു എന്ന് നമ്മുടെ മുത്തശ്ശിമാർ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലേക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ടെക്നോളജിയുടെ ഈ വളർച്ച നമ്മെ എല്ലാവരെയും അലസരാക്കിയെന്ന് തുറന്നടിച്ചു പറയാൻ ഞാനടക്കം ആർക്കും ധൈര്യമുണ്ടാവില്ല. എന്നാൽ ഈ ടെക്നോളജികൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആക്റ്റീവ് ആകാൻ പറ്റാതെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും കയ്യിലുള്ള ഫോൺ, അതിലെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി വർക്കൗട്ട് ആപ്പ്, എക്സസൈസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിരവധി ലഭിക്കുന്നത് കാണാം. ഇതുവരെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവർ, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ നമ്മുടെ ലെവലിനനുസരിച്ച് ഫ്രീ ആയിട്ടോ പെയ്ഡ് ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാവുന്നതും യൂസ് ചെയ്യാവുന്നതുമാണ്. എക്സസൈസ് ആപ്പുകൾ മാത്രമല്ല, നമ്മുടെ ഉറക്കം, എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, എത്ര കാലറി ഇൻടേക്ക് ചെയ്തു, എത്ര നടന്നു, എത്ര ഓടി, എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു തുടങ്ങിയ പലതും ട്രാക്ക് ചെയ്യുന്ന വാച്ചുകൾ, ആപ്പുകൾ, ഡിവൈസുകൾ നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയിലൂടെ സാധ്യമായതാണ്. വേറൊന്ന്, നമുക്ക് എല്ലാവർക്കും പരിചിതമായ യൂട്യൂബ് പ്ലാറ്റ്ഫോം. യൂട്യൂബ് ഉപയോഗിക്കാത്തവരായി ആരുമില്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ഡയറ്റീഷ്യൻസ് ഇവർ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ ആരോഗ്യം നിലനിർത്തുന്നതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്യുന്ന അനേകം വീഡിയോകൾ, അവയും ടെക്നോളജി, ഇന്റർനെറ്റ് എന്നിവയുടെ വളർച്ചയിലൂടെ ലഭ്യമായതാണ്. ഇനി നമ്മുടെ സർക്കാർ തന്നെ ഈ പറഞ്ഞ ഭക്ഷണ രീതി, ഉറക്കം, എത്ര ദൂരം നടന്നു തുടങ്ങിയവ ട്രാക്ക് ചെയ്യുന്ന രീതികൾ അടങ്ങിയിട്ടുള്ള ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന്റെ തന്നെ ഭാഗമായി ഫിറ്റ് ഇന്ത്യ ആപ്പ് എന്നതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തികച്ചും ഫ്രീയും ആർക്കു വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ്. സോ ടെക്നോളജി വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ മറ്റെല്ലാ തലങ്ങളിലും ഉപകാരപ്പെടുന്നതുപോലെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. യോഗ എന്ന് പറയുമ്പോൾ തന്നെ നാം എല്ലാവരും ഓർമ്മിക്കുന്നത് നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ്. യോഗയുടെ ചരിത്രത്തെക്കുറിച്ച് 2ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായ പാർവീന്റെ അഭിപ്രായം കേൾക്കാം. ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളിൽ മൂല്യമേറെ ഒന്നാണിത്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ പരിധി കുറയ്ക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ്. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റാനും അതുവഴി ആ പുരാതന സമ്പ്രദായത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നു. നമ്മുടെ പൂർവികരായ ഋഷിമാർ ദീർഘകാലത്തെ ധ്യാന മാനദണ്ഡങ്ങളായി നേടിയെടുത്ത വിജ്ഞാനമാണിത്. വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ വിജ്ഞാനം പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളിലൂടെ വരമൊഴിയായി മാറി. തലമുറകളായി ഫലം കണ്ടുവരുന്നതും വിശ്വാസമാർജിച്ചതുമായ ഒരു ചികിത്സാ മാർഗമാണ് യോഗ. 12 വയസ്സ് കഴിഞ്ഞ ആർക്കും യോഗ അഭ്യസിക്കാം. വീണ്ടും പറയാൻ ഒന്നേ ഉള്ളൂ, അറിഞ്ഞും കൊണ്ട് നമ്മളായിട്ട് നമ്മുടെ ശരീരം കേടാക്കരുത്. നല്ലൊരു ആരോഗ്യപരമായ നാളേക്ക് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കാം. പിന്നെയുള്ളത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് കണ്ടുകൊണ്ട് നിന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീ പീഡനം. പുരുഷന്റെ കാൽക്കീഴിലുള്ള സ്ത്രീ ഇന്നും മോചിതയല്ല. സ്ത്രീക്ക് അവളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീ ശാക്തീകരണം അത്യാവശ്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി 2ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ചെറിയൊരു ഭാഗവും ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ചും നമ്മൾ കേട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്റെ ശബ്ദമുയർത്തുന്നു. എനിക്ക് നിലവിളിക്കാൻ വേണ്ടിയല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ പകുതിയും പിന്നോട്ടു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും വിജയിക്കാനാകില്ല. മലാല യൂസഫ്സായിയുടെ വിലപ്പെട്ട വരികളാണിത്. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും സ്ത്രീയെക്കുറിച്ചാണ്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ആചാരങ്ങൾക്കും സമൂഹത്തിന്റെ പഴയ കാഴ്ചപ്പാടുകളിൽ നിന്നും ഇന്നവൾ മോചിതയായിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ പ്രകടനത്തിനോ സ്വതന്ത്രമായ ചിന്തകൾക്കോ യാതൊരു സ്ഥാനവും നൽകാതിരുന്ന സമൂഹം ഇന്നവളെ കൈപിടിച്ചുയർത്തുകയാണ്. അവളുടെ വില മനസ്സിലാക്കി തന്നെ. രാഷ്ട്രീയം, സാഹിത്യം, കായികം, ആരോഗ്യം, പ്രതിരോധം തുടങ്ങി എല്ലാ മേഖലയിലും പെണ്ണിന്റെ കയ്യൊപ്പ് പതിഞ്ഞു കഴിഞ്ഞു. അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പുരോഗമന സമൂഹമെന്ന നിലയിൽ സംസ്കാരത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കുള്ള ഒരു തടസ്സമായി മാത്രം കാണുന്നത് നാം അവസാനിപ്പിക്കണം. സംസ്കാരം എന്നത് വൈവിധ്യത്തിന്റെ അവിഭാജ്യവും വലിയ ഭാഗവുമാണ്. കൂടാതെ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന മാധ്യമവുമാണ്. അവർ യാഥാസ്ഥിതികരായാലും ആധുനിക സ്വഭാവമുള്ളവരായാലും
അവരുടെ മൂല്യങ്ങളിൽ അഭിമാനിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അത് അംഗീകരിക്കുന്നു. UN സോഷ്യലിസ്റ്റായ ഫരീദ ഷഹീദ് വാദിച്ചതുപോലെ ഇതവരുടെ മനുഷ്യാവകാശങ്ങൾ മൊത്തത്തിൽ സമ്പൂർണവും തുല്യവുമായ ആസ്വാദനത്തിനുള്ള സാഹചര്യങ്ങളെ ഗണ്യമായി മെച്ചപ്പെടുത്തും. സ്ത്രീകളുടെ കാഴ്ചപ്പാടും സംഭാവനകളും സാംസ്കാരിക ജീവിതത്തിന്റെ അരികുകളിൽ നിന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയുടെ കേന്ദ്രത്തിലേക്ക് കടന്നു പോകണമെന്ന് ഷഹീദ് കൂട്ടിച്ചേർക്കുന്നു. സമുദായത്തിന്റെ പാരമ്പര്യങ്ങളിൽ ഏതാണ് ബഹുമാനിക്കപ്പെടേണ്ടതെന്നും സംരക്ഷിക്കപ്പെടേണ്ടതും ഭാവി തലമുറകളിലേക്ക് കൈമാറേണ്ടതെന്നും നിർണയിക്കാൻ അധികാരമുള്ള തുല്യവക്താക്കളായി സ്ത്രീകളെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും വേണം. സ്ത്രീ ശാക്തീകരണത്തിനുള്ള നടപടികൾ സ്ത്രീകളെ പല വിധത്തിൽ ശാക്തീകരിക്കാം. സർക്കാർ പദ്ധതികളിലൂടെയും വ്യക്തിഗത അടിസ്ഥാനത്തിലും ഇത് ചെയ്യാം. വ്യക്തിഗത തലത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുകയും അവർക്ക് പുരുഷന് തുല്യമായ അവസരങ്ങൾ നൽകുകയുമാണ് വേണ്ടത്. ജോലി, ഉന്നത വിദ്യാഭ്യാസം, ബിസിനസ് പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, മഹിളാ ഇ ഹാത്ത്, മഹിളാ ശാക്തി കേന്ദ്രം തുടങ്ങി ഇത്തരം പദ്ധതികൾക്കു പുറമെ സ്ത്രീധന സമ്പ്രദായം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കാനും കൂടി ശക്തമായ നിയമങ്ങൾ വരുന്നതിലൂടെ സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പിന്നെയും മുന്നോട്ടു പോകുകയും നാടിന് തന്നെ മുതൽക്കൂട്ടാകുകയും ചെയ്യും. ഇനി വാക്കുകൾ അടുക്കിവെച്ച് കവിതയെന്ന് വിശേഷിപ്പിക്കാമോ എന്ന് ഉറപ്പില്ലാത്ത എന്റേതായ ചില വരികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. സ്ത്രീ. 4 ചുവരുകൾക്കുള്ളിൽ ഞെരുങ്ങുന്ന മഴനീരിനായി കാക്കുന്ന വേഴാമ്പലായി നീ. കാലം മാറിയെങ്കിലും ചിലർ കാമഭ്രാന്തന്മാരു തന്നെ. അബലയാണെന്നുച്ചരിക്കും നാവുകൾ സംഹരിച്ചിടുക നീ ഭദ്രകാളിയായി. സ്നേഹസന്താനങ്ങൾക്കു നീ മാതാവ് കൗസല്യയാകുക. ആത്മാർത്ഥ പ്രണയസ്വരൂപമാം രാധയുമാവുക. പൂതന തൻ ദുഷ്കൃത്യം ചെയ്യാതിരിക്കുക. നോക്കു നീ നിന്നിലേക്ക് തന്നെ. വർണ്ണനയ്ക്കതീതമാം സൃഷ്ടിയാണെന്നും നീ എന്ന് പറയണം നിനക്കുവേണ്ടി. അറിവില്ല പറയുന്നവർക്കു മുന്നിൽ ജ്ഞാനിയാകേണം നിനക്കുവേണ്ടി. കഴിവില്ല പറഞ്ഞവർക്കു മുന്നിൽ കാട്ടണം നീ എന്തെന്ന്, നിൻ ശക്തി എന്തെന്നും. എതിർക്കണം, വിമർശിക്കണം ശരിയെന്ന് തോന്നുന്നവയ്ക്കു മുന്നിൽ. പോകൂ നീ മുൻപോട്ട് ഝാൻസി റാണിയായി. ഇനി വേണ്ട തിരിഞ്ഞുനോട്ടം, നിനക്കിന്ന് നീ എന്ന ശക്തി നിൻ കൂടെയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്റേതായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളിൽ ചിലരെയെങ്കിലും പറയാതെ വയ്യ. ഇന്ദിരാഗാന്ധി, മാധവിക്കുട്ടി, മേരി കോം. ഇതിലൊതുങ്ങുന്നതല്ല സ്ത്രീകളുടെ ശക്തി. ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയിൽ നമ്മളിൽ ഒരാളായി നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ശൈലജ ടീച്ചർ, സാമ്പത്തിക ഗതി തകിടം മറിയാതെ വേണ്ട കരുതലുകളെടുത്ത നിർമ്മല സീതാരാമൻ, ഇവരെല്ലാം നമുക്ക് മാതൃകയാണ്. ഇനിയും അടുക്കളയുടെ ബന്ധനത്തിലാണ് നിങ്ങളെങ്കിൽ പറയാനുള്ളത് ഒന്നു മാത്രം. ഇന്ന് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കും കുടുംബമുണ്ട്. ഒന്നിനുവേണ്ടിയും മാറ്റിവെക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. മെഴുകുതിരിയായി ഉരുകിത്തീരാതെ കത്തിജ്വലിക്കാൻ ഇനിയും വൈകിയിട്ടില്ല. ആരാലും ആശ്രയിക്കപ്പെടാതെ സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പാക്കി മുന്നോട്ടു പോകണം. ഇത് കേൾക്കുന്നതിൽ കൂടുതലും സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ പാചകവിസ്മയം തീർത്ത് വെച്ചു വിളമ്പി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൂടാ? നിങ്ങളിലെ പക്ഷിയെ പറക്കാൻ അനുവദിച്ചുകൂടാ? ഇനി പുരുഷന്മാരോട് എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാതിരിക്കരുത്. ഭാര്യയെ, അമ്മയെ, മകളെ തളച്ചിടാൻ ആർക്കും അധികാരമില്ല. മാധവിക്കുട്ടി പറഞ്ഞതുപോലെ സ്വന്തമെന്നുറപ്പുള്ളതിനെ സ്വതന്ത്രമായി തന്നെ വിടുക. പരസ്പരം താങ്ങായി സ്ത്രീ പുരുഷ സമത്വം ഇനിയും നമുക്ക് ആർജിച്ചെടുക്കാം. പുതുമയുടെ, പുതുപുലരിയുടെ, പുതുയുഗത്തിന്റെ ഉദയത്തിനായി. ആദിവഴി തീരും ചുരിമണലിൽ
അധികാരം സ്ഥാപിക്കാനുള്ള പുരുഷന്റെ ഉപകരണങ്ങളാണ് അവളുടെ എല്ലാ അധികാരങ്ങൾക്കുമേലും അവൻ നടത്തുന്ന നിയന്ത്രണങ്ങൾ. അതിനെക്കുറിച്ച് അപർണയ്ക്ക് എന്താ പറയാനുള്ളത്? പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീയെന്ന് പുരാണങ്ങൾ പറയുമ്പോൾ ഇന്ന് പുരുഷന്റെ അന്ധമായ അധികാര ചിന്തയിൽ നിന്നാണ് അവൾ മോചിതയാകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിയമങ്ങളുണ്ട് ശിക്ഷിക്കാൻ, നിയന്ത്രിക്കാൻ, സംരക്ഷിക്കാൻ. സ്വാതന്ത്ര്യം അത് എല്ലാവർക്കുമുള്ളതാണ്. ആർക്കും ആരെയും ഒന്നിനു വേണ്ടിയും തളച്ചിടരുത്. പുരുഷനും സ്ത്രീക്കുമിടയിൽ നിലനിൽക്കുന്ന നിയന്ത്രണം, അധികാരം, ഈ 2 വാക്കുകൾ മാറേണ്ട താമസം മാത്രമേ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന സമത്വം എന്ന ആശയത്തിലേക്ക് എത്താൻ വേണ്ടൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അധികാരമെന്നത് പുരുഷന് സ്ത്രീയെ തളച്ചിടാനുള്ള ഒരായുധമാക്കി മാറ്റരുതെന്നാണ് എന്റെ അഭിപ്രായം. സ്ത്രീ അവൾ എന്തിന് മറ്റൊരാളുടെ ഇഷ്ടത്തിനു വേണ്ടി നിൽക്കണം? സ്വന്തമായ 2 ചിറകുകളും ഉപയോഗിച്ച് അവൾ വാനോളം പറന്ന് അവളുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. അവരുടെ ഓരോരുത്തരുടെയും അവകാശങ്ങളും തീരുമാനങ്ങളുമൊക്കെ മറ്റു പലരാലും നിർണയിക്കപ്പെടുന്നതാണ് ഈ ഒരു നൂറ്റാണ്ടിലും അത്ഭുതകരമായൊരു വസ്തുത. അപ്പോ ഇതിനെക്കുറിച്ച് ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? നിത്യ പറഞ്ഞത് വളരെ ശരിയാണ്. സ്വന്തം തീരുമാനങ്ങളും അവകാശങ്ങളും മറ്റു പലരാലും നിർണയിക്കപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ആ അധികാര പരിധിയിൽ ആർക്കും തന്നെ കൈകടത്താൻ അധികാരമില്ല. അങ്ങനെ തീരുമാനമെടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ നടക്കുന്നത് നിത്യ പറഞ്ഞതുപോലെ അത്ഭുതകരമാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. എന്നാൽ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കുറച്ചു കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് വിധേയരാവുന്നതായി കാണുന്നു. അത് മാറ്റേണ്ട അവസ്ഥ അതിക്രമിച്ചു. ബന്ധുക്കൾ, കൂട്ടുകാർ, സമൂഹം എന്നിവ സ്വന്തം കഴിവുകൾക്കും അവകാശങ്ങൾ എന്നിവയ്ക്ക് തടയിടേണ്ടവയല്ല, മറിച്ച് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടവയാണ്. സ്വന്തം കഴിവുകളെയും ആഗ്രഹങ്ങളെയും സ്വന്തം കുടുംബത്തിനു വേണ്ടി മാറ്റിവെക്കാതിരിക്കുക. അപർണ പറഞ്ഞതുപോലെ സ്വന്തം ചിറകുകൾ ഉപയോഗിച്ച് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഓരോ സ്ത്രീയും പറന്നുയരുക. ഡ്രീം ഇന്ത്യ, അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. ഇന്ത്യയിൽ ഇനിയും പുരോഗമനം വരണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. പല വേദികളിലും നാം കേട്ടിട്ടുള്ള വാചകമാണിത്. അതെ, കുട്ടികളായ നാം ഓരോരുത്തരുമാണ് നാളത്തെ ഇന്ത്യയുടെ ശക്തിയും സമ്പത്തും. അതിനായി നാം ഇന്നേ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു, സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രഥമ പൗരനായി ഇരുന്നിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതാണ് സ്വപ്നം. നമ്മുടെ അമ്മയായ ഭാരതത്തെക്കുറിച്ചു എനിക്കുമുണ്ട് ചില സ്വപ്നം. വിവിധ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒത്തൊരുമിച്ച് കൈകോർത്തു കഴിയുന്ന, ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിവുകളില്ലാത്ത അഴിമതിരഹിത ജനാധിപത്യ ഇന്ത്യയാണ് എന്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. ഇനിയുള്ള 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അതിനെക്കുറിച്ച് പാർവേൻ സംസാരിക്കുന്നത് കേൾക്കാം. ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയിൽ അടുത്ത 10 വർഷത്തിനിടയിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ? 10 വർഷ ശേഷമുള്ള കാര്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ഉന്നമനത്തിനു വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്? ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആസൂത്രണത്തിന്റെ ഒരു ഔപചാരിക മാതൃക സ്വീകരിക്കുകയും അതനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനായി സ്ഥാപിതമായി. മുഖ്യമായും കാർഷിക മേഖലയുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തതോടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്ത്യം കുറിച്ചു. 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യ മുന്നേറി. വരും വർഷങ്ങളിൽ എന്തൊക്കെ പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പാതയിലുള്ള ഇന്ത്യയുടെ യാത്ര ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി ഇന്ത്യയെ മാറ്റി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ബിസിനസ് വളർച്ചയിലും ഭാവിയിൽ നമ്മെ നല്ല നിലയിൽ നിലനിർത്താൻ സാധ്യതയുള്ള 4 നിലവിലെ മേഖലയെക്കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ടെലികോം, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, റീറ്റെയിൽ. പിന്നോക്ക സമൂഹത്തിലെ ഇന്ത്യക്കാർക്ക് പാചകവാതകം, ശൗചാലയം, വൈദ്യുതി എന്നിവ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ
2024 എല്ലാ ഗ്രാമീണ വീടുകളിലും ശുദ്ധജലം ലഭിക്കാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. വാഹന വ്യവസായ മേഖലയിലെ ഒരു വലിയ വിപ്ലവം വരും വർഷങ്ങളിൽ ഉണ്ടാകും. ഇലക്ട്രിക് വാഹനങ്ങൾ 2030 റോഡുകൾ ഭരിക്കും. പലയിടങ്ങളിലായി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച് വാഹനങ്ങളിൽ വളരെ പെട്ടെന്ന് ചാർജ് കയറ്റുവാനുള്ള സാങ്കേതിക വിദ്യയും ഉണ്ടാകും. 5G വളരെ നാളുകളായി കാത്തിരിക്കുന്ന ഒന്നാണ് 5G നെറ്റ്വർക്ക്. ഡേറ്റ ബാൻഡ് വിഡ്ത്ത്, ഡൗൺലോഡ് സമയം എന്നിവയെല്ലാം 4Gയേക്കാൾ 5G മുന്നിലാണ്. വരും വർഷങ്ങളിൽ 5G സാധാരണക്കാരിലെത്തും. IT മേഖലയിലെ ഏറ്റവും വലിയ വിപ്ലവമായിട്ടാണ് 5Gയെ കണക്കാക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷത്തിനു ശേഷം നാം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇന്ത്യ വളരെയധികം ആധുനികവത്കരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ നാമം ലോകമെമ്പാടും എത്തി. ഇന്ത്യ വളരെ ശക്തമായ ഒരു രാജ്യമായി കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ എന്നിവർ അടങ്ങുന്ന ഒരു വലിയ നിര ഭരണാധികാരികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക ബലമുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ത്യ ദിനം പ്രതി തയ്യാറെടുക്കുന്നു. ഇന്ത്യയുടെ ഓഹരി വിപണി കോവിഡ് വൈറസ് ഉണ്ടാക്കിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം, അതെ, ഇതുതന്നെയാണ് ഇന്ത്യയെ, നമ്മുടെ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതെ, ഇന്ത്യയിൽ എല്ലാവരും പരസ്പര സാഹോദര്യത്തോടുകൂടി ഒത്തൊരുമയോടെ ജീവിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങൾക്കിടയിൽ മുകളിലേക്ക് ഉയർത്തി. റഷ്യ, USA, ഇസ്രായേൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റി. പുരോഗതിയുടെ പാതയിലുള്ള ഇന്ത്യ ഇനിയും ഒരുപാട് മുന്നേറും. ലോകത്തിന്റെ തന്നെ മാതൃകയാകുകയും ചെയ്യും. ഇന്ത്യ ആരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയോ അതേ രാജ്യത്തോട് കിടമുടിക്കുന്ന രീതിയിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ജയ് ഹിന്ദ്. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. अब तो हमें आगे बढ़ते हैं रहना, अब तो हमें साथी है बस इतना ही कहना. अब तो हमें आगे बढ़ते हैं रहना, अब तो हमें साथी है बस इतना ही कहना. अब जो भी हो शोला बन के पत्थर है पिघलाना, अब जो भी हो बादल बन के पर्वत पर है छाना. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. निकले हैं मैदान में हम जा हथेली पर लेकर, अब देखो दम लेंगे हम जाके अपनी मंजिल पर. खतरों से हंस के खेलना इतनी तो हमें हिम्मत है, मोड़े कलाई मौत की इतनी तो हमें ताकत है. हम सरहदों के वास्ते लोहे की एक दीवार है, हम दुश्मनों के वास्ते होशियार हैं तैयार हैं. अब जो भी हो शोला बन के पत्थर है पिघलाना, अब जो भी हो बादल बन के पर्वत पर है छाना. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. जोश दिल में जगाते चलो, जीत के गीत गाते चलो. जोश दिल में जगाते चलो, जीत के गीत गाते चलो. जीत की जो तस्वीर बनाने हम निकले हैं अपने लहू से, हमको उसमें रंग भरना है. साथी मैंने अपने दिल में अब ये ठान लिया है, या तो अब करना है या तो अब मरना है. चाहे अंगारे बरस के बिजली गिरे, तू अकेला नहीं होगा यारा मेरे. कोई मुश्किल
मुश्किल हो या हो कोई मोर्चा, साथ हर मोड़ पर होंगे साथी तेरे। अब जो भी हो शोला बनके पत्थर है पिघलाना, अब जो भी हो बादल बनके पर्वत पर है छाना। कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। एक चेहरा अक्सर मुझे याद आता है, इस दिल को चुपके चुपके वो तड़पाता है। जब घर से कोई भी खत आया है, कागज को मैंने भीगा भीगा पाया है। ओ पलकों पे यादों के कुछ दीप जैसे जलते हैं, कुछ सपने ऐसे हैं जो साथ साथ चलते हैं। कोई सपना ना टूटे, कोई वादा ना टूटे, तुम चाहो जिसे दिल से वो तुमसे ना रूठे। अब जो भी हो शोला बनके पत्थर है पिघलाना, अब जो भी हो बादल बनके पर्वत पर है छाना। कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। चलता है जो ये कारवां, गूंजी सी है ये वादियां, है ये जमीन ये आसमां, है ये हवा है ये समा। हर रास्ते ने हर वादी ने हर पर्वत ने सदा दी, हम जीतेंगे हम जीतेंगे हम जीतेंगे हर बाजी। कंधे कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। പാർവിൻ പറയുമ്പോഴായിരുന്നു എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത് 4G നെറ്റ് ആണല്ലേ. അപ്പോ പെട്ടെന്ന് അത് 5G ആവാനുള്ള കാത്തിരിപ്പിലായിരിക്കും ഓരോ ഇന്ത്യൻ പൗരനും. എന്തായാലും 10 വർഷ ശേഷം നല്ലൊരു മാറ്റം തന്നെയായിരിക്കും ഇന്ത്യ കൈവരിക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ വേണ്ട സ്വീകാര്യതയില്ല. ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാനും അതിലേക്ക് താല്പര്യം കൂട്ടാനും ഏതൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം, അതിനെക്കുറിച്ച് ഹരിഗോവിന്ദ് സംസാരിക്കുന്നത് കേൾക്കാം. നമ്മുടെ ഭാവി ഇലക്ട്രോണിക് വാഹനമാണ്. നമ്മുടെ ഭൂമിയുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറണമെന്നത് ഒരു പരമമായ സത്യമാണ്. അതിന്റെ ആദ്യ പടിയാണ് ഇന്ധന വാഹനത്തിൽ നിന്ന് ഇലക്ട്രോണിക് വാഹനത്തിലേക്കുള്ള മാറ്റം. പക്ഷേ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ഇപ്പോഴും സമൂഹത്തിൽ താല്പര്യം കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കുറഞ്ഞ മൈലേജ്, വിരളമായ ചാർജിംഗ് സ്റ്റേഷനുകൾ, ചിലവ്, അതെല്ലാം ഇതിന്റെ ഒരു ഘടകമാണ്. അതിനെതിരെ ഗവൺമെന്റ് പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാ നാഷണൽ ഹൈവേകളിലും 40-60 കിലോമീറ്റർ അകലത്തിൽ ഇലക്ട്രോണിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാമെന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇലക്ട്രോണിക് വാഹനങ്ങൾ അധിക മൈലേജ് കൂടി തരുന്നുണ്ട്. അതിനുദാഹരണമാണ് ടെസ്ലയുടെ മോഡൽ എസ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ ഇലക്ട്രോണിക് വാഹന ചാർജറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പദ്ധതികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ അവരുടെ 19,000-ലധികം വരുന്ന ഇന്ധന നെറ്റ്വർക്ക് കൊണ്ട് 5,000-ലധികം ഇലക്ട്രോണിക് വാഹന സ്റ്റേഷനുകൾ രാജ്യത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾ പൊതുസമൂഹത്തിന് ഇലക്ട്രോണിക് വാഹനത്തോടുള്ള താല്പര്യക്കുറവ് തകർക്കുമെന്നത് തീർച്ചയാണ്. വിവരസാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതല്ലേ. ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് കുട്ടികൾ തന്നെയാണ്. ഇതിന് നല്ല വശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ മോശവശങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഹരിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇന്ത്യയുടെ IT സർവീസിന്റെ തുടക്കം 1967 മുംബൈയിലെ ടാറ്റ കൺസൾട്ടേഷൻ സർവീസിൽ നിന്നായിരുന്നു.
അവർ തന്നെ 1977 ബറോസുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യ IT എക്സ്പോർട്ട് സോൺ തുടങ്ങിയത്. IT പാർക്കിന്റെ പിൻഗാമിയായി കാണപ്പെടുന്ന സാന്റാക്രൂസ് ഇലക്ട്രോണിക് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ സെപ്സിന്റെ തുടക്കം 1973 നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ IT സെക്ടറിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ സംരംഭങ്ങളായിരുന്നു. ഇപ്പോൾ 21ാം നൂറ്റാണ്ട് IT അല്ലെങ്കിൽ ഡിജിറ്റൽ എറയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഇന്ത്യ ഒരു IT പവർ ഹൗസ് ആയാണ് ലോകം വീക്ഷിക്കുന്നത്. IT സർവീസ്, IT എനേബിൾഡ് സർവീസസ്, ഇ-കൊമേഴ്സ്, അതുപോലെ തന്നെ ബുക്ക്, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, വെബ്സൈറ്റ്, സ്ട്രീമിംഗ് സർവീസസ് പോലെയുള്ള ഡിജിറ്റൽ സർവീസുകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സുലഭമാണ്. ഇപ്പോഴത്തെ ഈ മത്സരാധിഷ്ഠിത ലോകത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനും കാര്യക്ഷമമായി സാമ്പത്തികമായും വളരുന്നതിന് IT അധിഷ്ഠിത സേവനങ്ങൾ ഏതൊരു സ്ഥാപനത്തിനും ഒഴിച്ചു കൂടാനാവാത്തതാണ്. IT നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകിയെന്ന് മാത്രമല്ല, ഭരണത്തെ കൂടുതൽ കാര്യക്ഷമവും സമീപിക്കാനാവുന്നതുമാക്കി മാറ്റി. ഇത് സർക്കാർ സേവനങ്ങളിലേക്കും വിവരങ്ങളിലേക്കും പ്രവേശനം എളുപ്പവും ചെലവ് കുറഞ്ഞതുമാക്കി. ഗവൺമെന്റിന്റെ ആരോഗ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസ വിവരങ്ങൾ, കൺസ്യൂമർ റൈറ്റ്സ് തുടങ്ങിയ സേവനങ്ങൾ എഫിഷ്യന്റ് ആക്കാനും ഇൻഫോർമേഷൻ ടെക്നോളജി സഹായിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ മാക്രോ, മീസോ, മൈക്രോ ലെവലിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. അതിനുദാഹരണം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ തന്നെ കാണാം. ഞാൻ ഒരു BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. എനിക്കൊരു പുസ്തകത്തെക്കുറിച്ചോ ഒരു എഴുത്തുകാരനെക്കുറിച്ചോ അറിയണമെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ലൈബ്രറിയിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു ഗൂഗിൾ സെർച്ചിന് സമയം മാത്രം മതി. അത് ഈ കൊറോണ കാലത്ത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ ഇൻഫോർമേഷൻ ടെക്നോളജി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടറായിട്ടാണ് IT അല്ലെങ്കിൽ ഡിജിറ്റൽ സെക്ടറിനെ കാണുന്നത്. IT വ്യവസായത്തിലെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റവും വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നത് പോലെയുള്ള ഉദാരവൽക്കരണ നയങ്ങളും ഈ വ്യവസായത്തിന്റെ പരിണാമത്തിന് നിർണായകമാണ്. കൂടാതെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കുകൾ, കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റുകൾ, പ്രത്യേക സാമ്പത്തിക മേഖല, വിദേശത്തു നിന്ന് നേരിട്ടുള്ള നിക്ഷേപം എന്നിവ സ്ഥാപിക്കുന്നത് പോലെയുള്ള മറ്റ് സംരംഭങ്ങൾ ഇന്ത്യയുടെ IT ഇൻഡസ്ട്രിയെ ലോക IT ഇൻഡസ്ട്രിയുടെ മുൻനിരയിലെത്താൻ സഹായിച്ചിട്ടുണ്ട്. 1998 1.2% ഇന്ത്യയുടെ GDPയിലേക്ക് IT മേഖലയുടെ സംഭാവനയെങ്കിൽ 2019 ആയപ്പോഴേക്കും അത് 10% ഉയർന്നു. ഇത് IT ഇൻഡസ്ട്രിയുടെ അതിവേഗ വളർച്ചയുടെ തെളിവാണ്. കോവിഡ് പാൻഡമിക്കിന്റെ പിടിയിൽ നമ്മുടെ സമൂഹവും സമ്പദ് വ്യവസ്ഥയും വലഞ്ഞെങ്കിലും IT ഇൻഡസ്ട്രി നല്ല സൂചികകൾ കാണിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ലോകത്തെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ IT ഹബ്ബായി ഇന്ത്യ ഉയർന്നു വരികയും ചെയ്തു. ഇതേസമയം ഇന്ത്യയുടെ ഡിജിറ്റൽ സ്കിൽ പൂൾ വളർന്നു. ആഗോള ഡിജിറ്റൽ പ്രതിഭകളുടെ 75% ഇതിൽപ്പെടുന്നു. ഇന്ത്യയിലെ 4 വലിയ IT കമ്പനികൾ TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് 1 ദശലക്ഷത്തിലധികം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ടെലിമെഡിസിൻ, റിമോട്ട് മോണിറ്ററിംഗ് തുടങ്ങിയ IT ബേസ്ഡ് ടെക്നോളജീസ് നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയെ കൂടുതൽ വിപുലീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. 5G കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ നമ്മുടെ IT വ്യവസായത്തെ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു. ഈ ഡിജിറ്റൽ എക്കണോമിയുടെ വർധനവ് വികസനവും IT കമ്പനികളെ കൂടുതൽ Tier 2, Tier 3 സിറ്റികളിലേക്ക് അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് നമ്മുടെ ഇന്ത്യയിലുള്ള സാമ്പത്തിക വ്യത്യാസം, സ്ഥലങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യത്യാസം കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ IT ഇൻഡസ്ട്രിയുടെ വികസനം നമ്മുടെ രാജ്യത്തിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാൻഡേർഡ് ഉയർത്താൻ സഹായിക്കും എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ IT ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് ഒരു ഡിജിറ്റൽ വേൾഡ് നമുക്ക് തുറന്ന് കാട്ടിയെങ്കിലും ഈ ഡിജിറ്റൽ പവറിന്റെ ദോഷങ്ങൾ നാം പറയേണ്ടതാണ്. സൈബർ ക്രൈം അഥവാ സൈബർ കുറ്റകൃത്യം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഈ നാമം വിളിക്കുന്നത്. സൈബർ സ്റ്റോക്കിംഗ്, ഡെഫമേഷൻ, ക്രാക്കിംഗ്, സൈബർ വാൻഡലിസം, സൈബർ വാർഫെയർ എല്ലാം ഇതിനുദാഹരണമാണ്. NCRBയുടെ റിപ്പോർട്ട് പ്രകാരം 2018 27,248 സൈബർ ക്രൈം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2020 ആയപ്പോഴേക്കും 50,000 കടന്നു. ഇതിനെതിരെ സർക്കാർ പല പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2000 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനും സൈബർ സ്പേസ് സേഫ് ആക്കാനും വേണ്ടിയുമാണ്. പക്ഷെ എന്നാൽ പോലും സൈബർ ക്രൈമിന്റെ തോത് കുറയുന്നില്ല. അതിന് കാരണം ഇന്റർനെറ്റിന്റെ ഈസി ആക്സസ് ആണ്.
അത് തടയാൻ വേണ്ടി നാം തന്നെ മുന്നോട്ട് വരേണ്ടതാണ്. ഞാൻ നന്നായാൽ എൻ്റെ വീട് നന്നാവും, എൻ്റെ വീട് നന്നായാൽ എൻ്റെ നാട് നന്നാവും എന്ന് പറയുന്ന അതേ പ്രിൻസിപ്പിളാണ് ഇവിടെയും വേണ്ടത്. നാം ബോധത്തോടു കൂടി ഇന്റർനെറ്റ് ഉപയോഗിക്കുക. പുതിയ തലമുറയെ എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കണം, അതിൻ്റെ ചതികളെ പറ്റിയും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ഇന്റർനെറ്റിന്റെ ശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയെ ലോകത്തിന്റെ മുനമ്പിലെത്തിക്കാൻ പറ്റുമെന്ന് തീർച്ചയാണ്. നമ്മളിപ്പോൾ അധികവും കണ്ടുവരുന്ന ഒന്നാണ് സൈബർ ആക്രമണം. സൈബർ ആക്രമണം കാരണം ഒരുപാട് പേർക്ക് സ്വന്തം ജീവിതം പോലും നഷ്ടമായത് പത്രമാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും കേട്ടതും കണ്ടതുമായിരുന്നു. 75 വർഷമായി ഇന്ത്യ സ്വതന്ത്രയായിട്ട്, എന്നിട്ടും സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സാങ്കേതികപരമായി ഇന്ത്യ പിന്നോട്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യ വിവരസാങ്കേതിക വിദ്യയിൽ വളരെയേറെ മുന്നേറി നിൽക്കുന്നു. വിവരസാങ്കേതിക വിദ്യ മൂലം ഇന്ത്യക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതേ അളവിൽ തന്നെ ദൂഷ്യവശങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈബർ ആക്രമണം കൂടുന്ന സാഹചര്യത്തിൽ എന്താണ് അപർണക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവരും ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് സൈബർ ആക്രമണം എത്രത്തോളമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചെറിയ അശ്രദ്ധയും അറിവില്ലായ്മയുമാണ് പല വലിയ സൈബർ കെണിയിലേക്കും നമ്മെ എത്തിക്കുന്നത്. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ഓരോ ആപ്പും വെരിഫൈഡ് ആയ വെബ്സൈറ്റിൽ നിന്നോ ആപ്ലിക്കേഷനിൽ നിന്നോ ആണെന്ന് സ്വയം ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. മുതിർന്നവർ കുട്ടികളെ നിയന്ത്രിക്കുക, നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുക. ഇതിലൂടെ തന്നെ ഒരുവിധം സൈബർ അറ്റാക്കിൽ നിന്നും നമുക്ക് സംരക്ഷണം നേടാം. ആസാദിക അമൃത് മഹോത്സവ് എന്ന പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച എയർ നെക്സ്റ്റ് എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത മാടായി കോളേജിലെ വിദ്യാർത്ഥികളായ ലക്ഷ്മി, ഷബ്നം, അപർണ, പർവീൻ, ഹരിഗോവിന്ദ്, നിത്യ, ഇനി വരുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന കൂട്ടുകാർക്കും ഈ പരിപാടിയുടെ ശ്രോതാക്കൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.